അങ്ങനെ ഒരു 1.5 മാസത്തിന്റെ വർക്ക് ഫ്രം ഹോമും വെക്കേഷനും ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ബാക്ക് ടു പഴയ ജീവിതമാണ് പുതിയ വർഷത്തിൽ. വീക്കെൻഡ് ഫുള്ള് ബിസി ആയിരുന്നുകൊണ്ടും പിന്നെ മിഡ് വീക്ക് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നുണ്ടും ഈ വീക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങോ മീൽ പ്രെപ്പോ പ്ലാനിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. ഉള്ളതൊക്കെ തന്നെ തീർത്തിട്ട് പോകാനുള്ള പ്ലാനാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് കുറച്ച് ഓവർ പഴുത്ത പഴവും മുട്ടയായിരുന്നു. ഈ ഇയർ തുടങ്ങുന്നത് എനിക്കൊരു ചെറിയ ചേഞ്ചോട് കൂടിയിട്ടാണ്. ചേഞ്ച് എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ഓഫീസ് ഷിഫ്റ്റ് ടൈമിങ്സിനെ പറ്റിയിട്ടാണ്. ഇനി അങ്ങോട്ട് ഞാൻ ജനറൽ ഷിഫ്റ്റിലായിരിക്കും വർക്ക് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ എൻ്റെ യൂഷ്വൽ റൂട്ടീനിൽ നിന്നൊക്കെ ഇനി കുറച്ച് മാറ്റം ഉണ്ടാവും. ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് ഇനി കുക്കിംഗ് പരിപാടീസ് ഒന്നും നടക്കൂല. സോ പോകുന്നതിന് മുന്നേ തന്നെ ഇന്നത്തേക്കും നാളത്തേക്കുള്ള കറികളെല്ലാം സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. സോ ആദ്യം തന്നെ ഞാൻ മീൻ മുളകിട്ട് വെച്ചു. പിന്നെ കോവയ്ക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് റോസ്റ്റ് ചെയ്യാനുള്ള പ്ലാനിലുമാണ്. ഇതായിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോ ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈം കൊണ്ട് ഞാനും അവിടെ തന്നെ ഇരുന്നിട്ട് ഒരു ചെറിയ ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. ഈ വീക്കിലേക്കുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നാട്ടിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കുമായിരുന്നു. അതിനുശേഷം കോവയ്ക്ക് ഇതുപോലെ റോസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനിയാണ് മെയിൻ പരിപാടി. ഏതൊക്കെ ആക്സസറീസ് ആണ് ഇടേണ്ടത്, ഏത് ചെരുപ്പിടും, ഏത് കമ്മലിടും, ഏത് വാച്ച് ഇടും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. സോ അങ്ങനെ ഔട്ട്ഫിറ്റ് ഒക്കെ നേരത്തെ എടുത്ത് പ്ലാൻ ചെയ്ത് ഹസ്ബൻഡിന്റെ കയ്യിൽ അയൺ ചെയ്യാൻ കൊടുത്തുകൊണ്ട് തന്നെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി അതിൻ്റെ ആക്സസറീസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഷൂ ഒക്കെ എടുത്ത് പുറത്ത് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് എല്ലാം കൂടെ ഒരു ഫുൾ ഓട്ടമായിരിക്കും, ഹറി ബറിയിലായിരിക്കും. സോ അതൊന്നും വേണ്ടാത്തതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ കുറച്ച് കാമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഫുള്ള് സെറ്റാക്കി വെക്കുന്നത്. ഇന്നത്തെ എൻ്റെ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ ലെമൺ റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്കിതുപോലത്തെ എന്തെങ്കിലും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരു വൺ ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റുന്ന റൈസും ഫുഡൊക്കെയാണ് കൊണ്ടുപോകാൻ താല്പര്യം. സോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടാങ്കി ആയിട്ടുള്ള ലെമൺ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അങ്ങനെ ഇത് പാക്ക് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇനിയുള്ള 2 ദിവസത്തേക്കുള്ള കറികളൊക്കെ. ഇത് മീൻ മുളകിട്ട് വെച്ചതാണ്. ഇതൊരു 2-3 ഡേയ്സ് നാശാവാണ്ടിരിക്കും. പിന്നെ കോവയ്ക്ക റോസ്റ്റും, പിന്നെ എൻ്റെ ഫേവറേറ്റ് മോരുകറി. മോരുകറിയിലേക്ക് ഒരു 1 വീക്ക് വെച്ചാലും ഒന്നും പറ്റാൻ പോകുന്നില്ല. പിന്നെ കുക്കറിൽ ചോറാണ് കേട്ടോ. ഈ കോവയ്ക്ക റോസ്റ്റ് ഞാൻ ഡയറക്റ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കും. ഇതിനി നാളെ ഉപയോഗിക്കാനാണ്. നാളെ ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് കൊടുത്തു വിടാനും പറ്റും. അങ്ങനെ പെട്ടെന്ന് കിച്ചൺ കൗണ്ടർ ടോപ്പും സ്റ്റൗവും ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ഇനി പെട്ടെന്ന് ബോഡി വാഷ് ചെയ്യാൻ പോവുകയാണ്. ബിക്കോസ് ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും ക്യാബ് എത്ര മണിക്ക് വരും എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എസ്റ്റിമേറ്റഡ് ടൈം 10:30 ആണ് കാണിച്ചെങ്കിൽ പോലും ക്യാബ് വന്നപ്പോൾ 11:30 ആയി. പക്ഷെ അതറിയാം, മുൻകൂട്ടി അറിയാത്തതുകൊണ്ട് തന്നെ ടെൻഷൻ കൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഓവർ സൈസ് ഷർട്ടും ജീൻസും ആണ് കേട്ടോ. ഭയങ്കര കംഫി വെയർ ആണ്. അങ്ങനെ ഒരു 10-15 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. റെഡി ആയതിനു ശേഷം ക്യാബ് വരാൻ ഇനിയും കുറച്ചും കൂടെ ടൈം ഉണ്ട്. സോ ആ ഒരു ടൈം കൊണ്ട് ഞാൻ മുൻകൂട്ടി എടുത്തു വെച്ചിരുന്ന വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാന്ന് ഓർത്തു. അങ്ങനെ കുറച്ച് എഡിറ്റിംഗ് പരിപാടീസ് ഒക്കെ തീർത്തപ്പോഴത്തേക്കും ക്യാബ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെ ക്യാബ് ബോർഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ ഇനിയുള്ള നീണ്ട 2 മണിക്കൂറത്തെ യാത്ര ഇവിടുത്തെ ട്രാഫിക്കിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നേരെ ഓഫീസിലേക്ക് പോവാണ്. അപ്പൊ ബൈ ബൈ.